സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും +1 അധിക സീറ്റുകളെ സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പും LSS USS പരീക്ഷാ ഫലം എപ്പോൾ വരും എന്നത് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സർക്കാർ തീരുമാനം +1ന് അധിക സീറ്റുകളും താൽക്കാലിക ബാച്ചുകളും ആദ്യം തന്നെ അനുവദിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ ഈ മാസം 25 മുതൽ +1 പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതേസമയം LSS USS പരീക്ഷയുടെ റെക്ടിഫൈഡ് ആൻസർ കീ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേഷൻ പ്രകാരം 2 ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. USS അറബിക് മലയാളം പരീക്ഷയുടെ ഓരോ ചോദ്യങ്ങൾ വീതമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇതോടെ കട്ട് ഓഫ് കുറയാൻ സാധ്യത ഏറി. ഇതേസമയം PM-ശ്രീയിൽ മുന്നോട്ട് പോകണോ എന്ന് UDF രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ. PM-ശ്രീ പദ്ധതിയിലൂടെ 93 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ച സാഹചര്യത്തിൽ അതിൽ നിന്ന് എങ്ങനെ പിന്മാറാനാകുമെന്ന് നിയമ വിദഗ്ധരുമായി ആലോചിച്ച ശേഷമേ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി അറിയിച്ചു. LSS USS പരീക്ഷയുടെ റെക്ടിഫൈഡ് ആൻസർ കീ വന്നതിനാൽ 2 ദിവസത്തിനകം റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. മുൻവർഷങ്ങളിൽ റെക്ടിഫൈഡ് ആൻസർ കീ വന്ന് 2 ദിവസത്തിനകം റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. ഇതേസമയം അധികാരത്തിലെത്തിയാൽ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്നതാണ് UDFിൻ്റെ രാഷ്ട്രീയ നിലപാടെന്നും അദ്ദേഹം ആവർത്തിച്ചു. വിഷയത്തിൽ നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും തുടർ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. മലബാർ ജില്ലകളിൽ കൂടുതൽ +1 സീറ്റുകൾ അനുവദിക്കേണ്ട സാഹചര്യം ഉണ്ടാകാമെന്നും അധിക ബാച്ചുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ട അലോട്ട്മെന്റിൽ തന്നെ ക്രമീകരണങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിസന്ധി തുടരുകയാണെങ്കിൽ മറ്റ് പരിഹാര മാർഗങ്ങളും പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 30-നകം പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്നും അച്ചടി നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂളുകൾ ജൂൺ 1-ന് തന്നെ തുറക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിപുലമായ രീതിയിൽ സ്കൂൾ പ്രവേശനോത്സവം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.